ശ്രീ എം ജയചന്ദ്രൻ, ഇവിടെ ഉയർന്നു വരുന്ന പ്രശ്നം, നിലവിൽ ഈ വിവാദമുണ്ടാക്കിക്കൊണ്ട് വരുമ്പോൾ കേരളത്തിൽ എന്തൊക്കെയോ ഉണ്ടാക്കാം, എന്തൊക്കെയോ ചെയ്തു കളയാം എന്ന അർത്ഥത്തിൽ തന്നെയാണ് വിവാദമുണ്ടാക്കിയവർ ഈ വിവാദം പടച്ചുവിടുകയും ചെയ്തത്. പക്ഷേ ഇവിടെ ഇപ്പോൾ വെട്ടിലായിരിക്കുന്നത് BJP കേന്ദ്ര നേതൃത്വം അടക്കമുള്ളവർ, പ്രകാശ് ജാവദേക്കർ അടക്കമുള്ളവരാണ്. ഇവിടെ പുറത്തു വന്നത് നാറുന്ന കഥകളാണ്, BJPയുമായി ബന്ധപ്പെട്ട നാറുന്ന കഥകൾ. അതിലൊന്ന് പണമിടപാടിൻ്റെ കഥകൾ, ഒപ്പം തന്നെ BJPയിലെ ശക്തമായ വിഭാഗീയത സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൂടിയാണ്. BJPയുടെ ഈ വെട്ടിലാകലല്ലേ, BJP ചെന്ന് വീണ കുഴിയല്ലേ ഇവിടെ നമ്മളിപ്പോൾ ചർച്ച ചെയ്യേണ്ടത്? ഹലോ, കേൾക്കുന്നുണ്ടോ ശ്രീ ജയചന്ദ്രൻ? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറയാം, താങ്കൾക്ക് പറയാം. എനിക്ക് കേൾക്കാം. ഓക്കെ. ഈ വിഷയത്തിൽ, ഈ പ്രശ്നത്തിൽ പിന്നെ നമ്മൾ കാണേണ്ട പ്രധാനപ്പെട്ട കാര്യം, പിന്നെ സിജു, ഈ ഇലക്ഷൻ സമയത്ത് 2-3 ആഴ്ചക്കാലം മുമ്പ് ആണ് ആദ്യം ഈ ദല്ലാൽ നന്ദകുമാർ പ്രത്യക്ഷപ്പെടുന്നത്. മാധ്യമങ്ങൾക്ക് മുമ്പാകെ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുന്നത് അനിൽ ആൻ്റണിക്കെതിരായിട്ടുള്ള വിഷയങ്ങളാണ് പറയുന്നത്. 2012-2013 കാലഘട്ടത്തിൽ അന്ന് പ്രതിരോധ മന്ത്രിയായിരുന്ന ആൻ്റണിയുടെ മകൻ ഡൽഹിയിൽ ഡിഫൻസ് രേഖകൾ വിറ്റ് പണമുണ്ടാക്കി, ഇതാണ് ആരോപണം. എന്ന് മാത്രമല്ല, CBI കോൺസലായിട്ട് ഒരാളെ നിയമിക്കാമെന്ന് പറഞ്ഞ് നന്ദകുമാറിൻ്റെ പക്കൽ നിന്ന് 25 ലക്ഷം രൂപയും വാങ്ങി. അത് പക്ഷേ പിന്നീട് PJ കുര്യനും PT തോമസും ഒക്കെ ഇടപെട്ടാണ് 5 പ്രാവശ്യമായി തിരിച്ചു കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇതാണ് പറഞ്ഞത്. അപ്പോൾ ഇത് പറഞ്ഞതിൻ്റെ പിന്നാലെ പിന്നെ അനിൽ ആൻ്റണിയുടെ മറുപടി വന്നത്, ഈ നന്ദകുമാറിനെ കളത്തിലിറക്കിയിരിക്കുന്നത് പിന്നെ പത്തനംതിട്ടയിലെ BJP സ്ഥാനാർത്ഥിയായ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ആൻ്റോ ആൻ്റണിയാണ്. ആൻ്റോ ആൻ്റണി എന്ന UDF സ്ഥാനാർത്ഥിയാണ് ഈ ദല്ലാൽ നന്ദകുമാറിനെ കളത്തിലിറക്കിയിരിക്കുന്നത്. PJ കുര്യനും ഇതിനെ എൻഡോഴ്സ് ചെയ്ത് പറഞ്ഞു, ഞാൻ അതിനകത്ത് ഇടപെട്ടിട്ടുണ്ടെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവായ PJ കുര്യനും പറഞ്ഞു. അതിനുശേഷം പിന്നീട് പിന്നെ അനിൽ ആൻ്റണി പറഞ്ഞത് 26-ന് വോട്ടെടുപ്പിന് ശേഷം താൻ ഇതേ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാം എന്നാണ്. 26 കഴിഞ്ഞത് 30ആയി. ഇതുവരെ അനിൽ കെ ആൻ്റണി വായ തുറന്ന അക്ഷരവും ഇതിനെ സംബന്ധിച്ച് സംസാരിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് പുതിയ ഒരു സംഭവവുമായി ഇലക്ഷൻ നടക്കുന്നതിൻ്റെ തലേ ദിവസം പിന്നെ വീണ്ടും ശോഭാ സുരേന്ദ്രൻ്റെ സഹായത്തോടുകൂടി ഈ ദല്ലാൽ നന്ദകുമാർ രംഗത്ത് വരുന്നത്. എന്നിട്ടാണ് EPക്കെതിരെയുള്ള ആരോപണമൊക്കെ ഉന്നയിച്ച് ആകെപ്പാടെ പ്രശ്നമാക്കുന്നത്. അപ്പോൾ 25-ാം തീയതി ഇലക്ഷൻ്റെ തലേ ദിവസം മാധ്യമങ്ങൾ, പ്രത്യേകിച്ചും ദൃശ്യമാധ്യമങ്ങൾ മൊത്തം ആവശ്യമായി ചോദ്യമായി ഉന്നയിക്കുകയാണ്, എന്തുകൊണ്ടാണ് EP മറുപടി പറയാത്തത് ഈ ആരോപണത്തിനെതിരെ എന്ന് വലിയ ചർച്ചയും തർക്കവും ഉയർത്തുകയാണ്. പിറ്റേ ദിവസം ഈ ഇലക്ഷൻ അന്ന് രാവിലെ EP പറഞ്ഞു, ഞാൻ കണ്ടു, അതിൻ്റെ സാഹചര്യവും പശ്ചാത്തലമെല്ലാം വിശദീകരിച്ചു. അതാണല്ലോ ഇന്നലെ പിന്നെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷ് മാധ്യമങ്ങളോട് വ്യക്തമായി കാര്യങ്ങൾ വിശദീകരിച്ചത്. ഇന്ന് വരുമ്പോൾ നോക്കൂ, പിന്നെ പുതിയൊരു രൂപത്തിലാണ് നന്ദകുമാർ തൻ്റെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് കള്ളമാണ്, EP ആയിട്ട് അത്തരം കൂടിക്കാഴ്ച ശോഭയായിട്ട് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് നേരെ ചാടുന്നത് എങ്ങോട്ടാണെന്നുള്ളതാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. നേരെ ചാടുന്നത് പിണറായി വിജയന് വേണ്ടി, മുഖ്യമന്ത്രിക്ക് വേണ്ടി ലാവലിൻ കേസിൽ താൻ നിരവധി തവണ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ള നിലയിലുള്ള വളരെ ഈ കേട്ടാൽ തന്നെ നമുക്ക് ഒരുപാട് ഈ സംശയം തോന്നിപ്പിക്കുന്ന, കേട്ടാൽ തന്നെ പ്രത്യക്ഷത്തിൽ തന്നെ സംശയം തോന്നിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഈ നന്ദകുമാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ദിശാസൂചനയായിട്ട് തന്നെയാണ് ഞാൻ ഈ കേസിനെ കാണുന്നത്, ഇന്നത്തെ ഈ പ്രസ്താവനയെ കാണുന്നത്. എന്താണെന്നറിയാമോ, ഈ പിന്നെ ഇതിൻ്റെ അകത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ ഇത് ഈ ലാവലിൻ കേസ് മെയ് മാസം ഒടുവിലോ മറ്റോ സുപ്രീം കോടതി എടുക്കുന്നതാണല്ലോ പറയുന്നത്, ഒരുപാട് തവണ മാറ്റിവെച്ചതിന് ശേഷം. അപ്പോൾ ഇത് അതിലേക്ക് ആ കേസിലേക്ക് വരുമ്പോൾ എന്തിനാണ് പിണറായി വിജയനെ ആവർത്തിച്ച് ഈ നന്ദകുമാർ മാത്രമല്ല മറ്റ് ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന പലരും പിണറായി വിജയന് ഒളിക്കാനുണ്ട്, കെ സുധാകരൻ എന്ന് പറഞ്ഞതാണല്ലോ ലാവലിൻ കേസുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് ഞാൻ ആ കേസിൻ്റെ കാര്യം പ്രധാനമായിട്ടും പറയാനാണ് ഈ തുടക്കത്തിൽ ശ്രമിക്കുന്നത്. പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ലാവലിൻ കേസിനെ കുറിച്ചൊന്നും ഇവിടെ പറയേണ്ട ഒരാവശ്യവും ഇല്ല, കാര്യം അത് ഒരുപാട് ചർച്ച ചെയ്ത് കഴിഞ്ഞ തീർന്ന കേസാണ്. പക്ഷേ
ഈ കേസ് എന്നാ ഉത്ഭവിക്കുന്നത്, അത്തരം കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. 2006 മാർച്ച് 1-നാണ് പിന്നെ ലാവലിൻ കേസ് CBIക്ക് വിടാൻ ഉമ്മൻചാണ്ടി സർക്കാർ 2006 മാർച്ച് 1-ന് തീരുമാനിക്കുന്നത്. ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ അവസാനത്തെ മന്ത്രിസഭാ യോഗമാണ് രാവിലെ നടന്നത്. അന്ന് ഉച്ചകഴിഞ്ഞാണ് ഇലക്ഷൻ പ്രഖ്യാപനം ഉണ്ടാകുന്നത്. ആ സമയത്തെ അപ്പോൾ അന്ന് ഇതിന് വിടുന്നു, CBIക്ക് വിടുന്നു, CBI കേസ് ഏറ്റെടുക്കുന്നു, അതിൻ്റെ കാര്യങ്ങൾ പോകുന്നു. അതിനുശേഷം 2013 നവംബർ 5-ന് CBI പ്രത്യേക കോടതി തിരുവനന്തപുരം ലാവലിൻ കേസിൽ വിധി പറയുന്നു. CBI പ്രത്യേക കോടതി ജഡ്ജിയാണ് R രഘു, അദ്ദേഹമാണ് ജഡ്ജ്. വിധി പറയുന്നു. പിന്നെ പിണറായി വിജയനെ കുറ്റമുക്തനാക്കുക മാത്രമല്ല, പിണറായി വിജയനെ പ്രതിപ്പട്ടികയിൽ നിന്ന് തന്നെ ഒഴിവാക്കി. CBI ഒരാവശ്യമില്ലാതെയാണ് വലിച്ചഴച്ചത് അദ്ദേഹത്തിനെ. ഇത്തരം കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ പ്രതിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയാണ് പിണറായി വിജയനെ 2013 നവംബർ 5-ന്. അപ്പോൾ പിന്നെ അന്ന് ആ സമയത്ത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, അന്ന് VS-ൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരുന്നുണ്ട്. ഞാൻ ലാവലിൻ കേസുമായി ബന്ധപ്പെട്ട് ഇത്ര കാലം പറഞ്ഞതിന് ഇനി പ്രസക്തിയേ ഇല്ല എന്ന് VS അസന്നിഗ്ധമായി പറയുകയാണ്. അത് ദൃശ്യമാധ്യമം അന്ന് തന്നെ കൊടുത്തു, പിറ്റേ ദിവസം അച്ചടി മാധ്യമങ്ങളും കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീട് അതുകൊണ്ട് തൃപ്തനാവാതെ ഈ CBI പ്രത്യേക കോടതി ജഡ്ജി ചെയ്ത് മറുപടി പറയുമ്പോൾ, വിധിക്കുമ്പോൾ ആരാണ് ഭരണത്തിൽ? ഉമ്മൻചാണ്ടിയാണ് കേരളത്തിൽ, കേന്ദ്രത്തിൽ മൻമോഹൻ സിംഗുമാണ്. ഇവർ രണ്ടുപേരും പിന്നെ CPM-ൻ്റെ ആൾക്കാരാണോ? അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് പ്രതിനിധി പറയണം അത്. അത് കഴിഞ്ഞിട്ട് പിന്നാരാണ് കൊടുക്കുന്നത് അപ്പീൽ ഹൈക്കോടതിയിൽ? ക്രൈം നന്ദകുമാർ. ഈ ഇപ്പോഴത്തെ നന്ദകുമാറല്ല, വേറൊരു ക്രൈം നന്ദകുമാർ ഉണ്ടല്ലോ. ക്രൈം നന്ദകുമാറാണ്. ശ്രീ എം ജയചന്ദ്രൻ, ഞാൻ ഒന്ന് ഇടപെട്ട് പോവുകയാണ്. കാരണം താങ്കൾ പറഞ്ഞതും എങ്ങോട്ടാണ് പോകുന്നതെന്നും കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. കാരണം ഈ ചില നന്ദകുമാർമാരാണ് ഈ പ്രശ്നമെന്നുള്ള കാര്യത്തിൽ താങ്കളുടെ നിരീക്ഷണം വളരെ നല്ലതാണ്.